ഒരു ബോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, വെർട്ടിക്കലി അപ്വേർഡ് ചെയ്യുന്നു അല്ലേ. ദെൻ അത് എന്താ കണ്ടുപിടിക്കേണ്ടത് നമുക്ക്? ഇപ്പൊ കണ്ടുപിടിച്ച സെയിം പ്രൊസീജിയർ വെച്ചാണ് ചെയ്തത്. നമ്മളിപ്പോ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്തില്ലേ ക്ലാസ്സിൽ? സെയിം പ്രൊസീജിയറാണ് ചെയ്തത്. ഏത് ക്ലാസ്സിൽ ലാസ്റ്റ് എടുത്ത ക്വസ്റ്റ്യൻ ആണ് ഡൗട്ട്? ഓക്കെ ശരി ക്ലാസ്സിലെടുത്ത ലാസ്റ്റിൽ. ഓക്കെ സർ, സ്ക്രീൻഷോട്ട് ഒന്ന് കാണിക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ചെയ്യേണ്ടത് എന്താണ്? അതിന്റെ ഇക്വേഷൻ നമുക്ക് ഹൈറ്റ് കണ്ടുപിടിക്കണം. ഹൈറ്റ് കണ്ടുപിടിക്കാൻ ഇക്വേഷൻ ഏതാ? നമുക്ക് ക്വസ്റ്റ്യൻ തന്നേക്കണത് ഇനീഷ്യൽ വെലോസിറ്റി എന്നുണ്ട്, ഫൈനൽ വെലോസിറ്റി ഉണ്ട്. അപ്പോൾ v²/u² = 2as യൂസ് ചെയ്യാം അല്ലേ. ഓക്കെ, ഇതിൽ എ എന്താ? വെർട്ടിക്കലി അപ്വേർഡ് നമ്മൾ ത്രോൺ ചെയ്യുന്നത് കൊണ്ട് ഗ്രാവിറ്റിക്ക് എഗെയിൻസ്റ്റ് ആയതുകൊണ്ട് നമ്മൾ a = -g ആയിരിക്കും നമ്മൾ എടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ -g എടുത്തു. ഓക്കെ, -g എടുത്തു. പിന്നെ നമ്മൾ എന്താ ചെയ്യേണ്ടത്? അപ്പോൾ നമ്മൾ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു ആൻസർ. അപ്പോൾ നമുക്ക് കിട്ടിയ ആൻസർ എത്രയാണ്? എസിന്റെ വാല്യൂ എത്രയാണ്? 122.5 മീറ്റർ കിട്ടി. ദെൻ ടൈം ഏതാ? ജിയുടെ വാല്യൂ 9.8 മൾട്ടിപ്ലൈ ചെയ്തു കൊടുത്തു. ജിയുടെ വാല്യൂ 9. മൈനസ് പോയത് എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. ഇവിടെ 0 കൊടുത്തു, ബാക്കി -49 ഹോൾ സ്ക്വയർ ആണ്. ഇവിടെ -2 × 9.8 വെച്ചാണ്. അപ്പോൾ രണ്ട് സൈഡിലും മൈനസ് വന്നിട്ടുണ്ട്. -2 ക്യാൻസൽ ഔട്ട് ആയി. ഓക്കെ, ദെൻ ഫൈനൽ ആൻസർ നമുക്ക് 122.5 കിട്ടി. ദെൻ ടൈം കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ഏത് യൂസ് ചെയ്യണം? v = u+at എന്നുള്ള ഇക്വേഷൻ യൂസ് ചെയ്യുക. അതിലും g² -d സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. u - g ആവും ഇക്വേഷൻ. ഓക്കെ, ദെൻ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 0 = 49 - 9.8 × t. ദെൻ നമ്മൾ റീഅറേഞ്ച് ചെയ്യുമ്പോൾ ടിയുടെ ആൻസർ ഏതാ? 5 സെക്കൻഡ് ആണ് നമുക്ക് കിട്ടിയ ടൈം. അത് കണ്ടുപിടിക്കാൻ വേണ്ടി v = u+at എന്നുള്ള ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഓക്കെ, ക്ലിയർ ആണോ? വിനായക് പറയൂ. ഏതാ? എന്താണ് പറയൂ. ആ ക്വസ്റ്റ്യനിൽ എന്താ പ്രശ്നം? എഴുതാം. ശരി, ഇനി ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? വേറെ നമ്മൾ kWh കണ്ടുപിടിച്ചില്ലേ, അങ്ങനെ എഴുതാം. ഓക്കെ, ഇനി ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇല്ല. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിലേക്ക് കാണാം. ബൈ.